അടുത്ത രണ്ടാമത്തെ ഫീൽഡ് ലോൺ ഇക്വേറ്ററാണ് പറയാം. ആക്സിൽ കഴിഞ്ഞാൽ അടുത്ത ഇക്വേറ്റർ. അപ്പോൾ ഞാൻ വരയ്ക്കുന്നു. ഇത് മൈനസ് ക്യൂ ചാർജ്, ഇത് പ്ലസ് ക്യൂ ചാർജ്. ഇതാണ് ആക്സിസ് ഡയറക്ഷൻ. ആക്സിലാകുമ്പോഴത്തേക്ക് ആക്സിസിന് പാരലായിട്ട്, ഇക്വേറ്റർ ആകുമ്പോഴത്തേക്കോ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അതായത് ഇവിടെ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ പോയിന്റ് സങ്കല്പിച്ചു. ഇത് മിഡ് പോയിന്റ് ഓയിൽ സങ്കല്പിക്കുക. എ ബി ആണ് നമ്മുടെ ഡൈപോൾ. അപ്പൊ ഇതാണ് പോയിന്റ് പി എന്ന് പറയുന്നത്. പോയിന്റ് ആക്സിൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷൻ ആണ് ഇക്വേറ്റർ. അപ്പൊ ഇത് ആക്സിസ്, ഇക്വേറ്റർ. മിഡ് പോയിന്റിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്ന ഡിസ്റ്റൻസ് ആണ് നേരത്തെ എടുത്ത പോലെ ആ ഡിസ്റ്റൻസ്. ഇങ്ങനെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റിൽ നിന്നാണ് നിങ്ങൾ പി എന്ന പോയിന്റ് ലൈൻ വരച്ചേക്കുന്നതെങ്കിൽ ഈ പി എ ഡിസ്റ്റൻസും പി ബി ഡിസ്റ്റൻസും എങ്ങനെയായിരിക്കും? പി എ ഡിസ്റ്റൻസ് എടുത്താലും പി ബി ഡിസ്റ്റൻസ് എടുത്താലും അത് സെയിം അല്ലേ? സെയിം അല്ലേ? കാരണം ഈ ലെങ്തും സെയിം ആണ്. അപ്പൊ ഇത് സെയിം ആയിരിക്കത്തില്ലേ? ആ ഡിസ്റ്റൻസ് ഞാൻ എ എന്ന് എടുക്കില്ലേ? എ അല്ലെങ്കിൽ എക്സ് എന്ന് എടുക്കാം. എക്സ് മനസ്സിലായോ? എക്സ് എടുത്തു. അപ്പൊ ഈ പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കണം. ഞാൻ ഈ ആംഗിൾ ഞാൻ വെറുതെ ഈ ആംഗിൾ ഞാൻ തീറ്റ എടുത്തേക്കാണ്. വെറുതെ എടുത്തേക്കാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റയിലേക്കുള്ള സംശയമൊന്നുമില്ലല്ലോ. ആംഗിൾ തീറ്റ. ഓക്കെ. പി എന്ന് പറയുന്ന പോയിന്റില് ഫീൽഡ് എ കൊടുക്കുന്ന ഫീൽഡ് എത്ര? 1/4 പൈ എപ്സിലോൺ 0 q/r². ആറിന് പകരം എത്ര? ആറിന് പകരം എക്സ് കൊടുത്താൽ പോരെ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് E1 മീൻസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ചാർജ് അറ്റ് എ E1 ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 q ഡിവൈഡ് ബൈ x². 1/4 പൈ എപ്സിലോൺ 0 q/x². ക്ലിയർ ആണല്ലോ? ഡയറക്ഷൻ ആവും. ഈ ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ? നെഗറ്റീവിലോട്ടല്ലേ ഫീൽഡ് എന്ന് പറയുന്നത്? പ്ലസ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് പുറത്തേക്കും, നെഗറ്റീവ് ആണെങ്കിൽ അകത്തേക്കും. അപ്പൊ ഈ ഫീൽഡ് E1 ഇങ്ങോട്ടല്ലേ? E1 ഇങ്ങോട്ടാണ്. ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഈ പി എന്ന് പറയുന്ന പോയിന്റില് ആക്സിസിന് പാരലായിട്ട് ഞാൻ ലൈൻ വെറുതെ വരച്ചേക്കാണ്. ആക്സിന് പാരലായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കുമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ആക്സിമായിട്ട് നയിക്കുന്ന ആംഗിൾ തീറ്റ എങ്കിൽ ഈ ഫീൽഡിനെ, ഈ ഇലക്ട്രിക് ഫീൽഡിനെ രണ്ട് കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. റെസല്യൂഷൻ, കോസ് സൈൻ കമ്പോണന്റ്. ആംഗിൾ മേക്ക് ചെയ്യുന്ന സൈഡ് ഏതാ? കോസ് കമ്പോണന്റും അതിന് പെർപെൻഡിക്കുലർ സൈൻ കമ്പോണന്റ്. അപ്പൊ എന്ത് വരും? ഇത് E1 കോസ് തീറ്റ വരും. ഇങ്ങോട്ട് വരുന്ന കമ്പോണന്റ് എത്ര? E1 സൈൻ തീറ്റ വരും. ക്ലിയർ ആയോ? മനസ്സിലാക്കി പഠിക്കാം. ഇലക്ട്രിക് ഫീൽഡ് പി എന്ന് പറയുന്ന പോയിന്റിലെ നെഗറ്റീവ് ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നെഗറ്റീവിലേക്കാണ്. അപ്പൊ പി എ ആണ് ഡയറക്ഷൻ. ആ ഡയറക്ഷൻ ആക്സിയൽ പോയിന്റുമായിട്ട്, ആക്സിയൽ ഡയറക്ഷനുമായിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് E1 കോസ് തീറ്റയും ഒന്ന് E1 സൈൻ തീറ്റയും. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓക്കെ. ഇനി അതുപോലെ ഈ പ്ലസ് ചാർജിന്റെ ഫീൽഡ് പറ. ഈ പ്ലസ് ചാർജിന്റെ ഫീൽഡ് പിയിൽ എങ്ങോട്ടാണ്? ഈ പ്ലസ് ചാർജ് പിയിൽ കൊടുക്കുന്ന ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ചാർജ് അറ്റ് ബി. E2 എങ്ങനെ എഴുതാം? E2 is equal to 1/4 പൈ എപ്സിലോൺ 0 q ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് x എന്നല്ലേ? അപ്പൊ q/x². മാറ്റമില്ല. E1 കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ തന്നെയാണ്, പക്ഷെ ഡയറക്ഷനോ പ്ലസ് ചാർജ് അല്ലേ? പ്ലസ് ആണെങ്കിൽ ഫീൽഡ് ഡയറക്ഷൻ മാറ്റാം. പ്ലസ് നിന്ന് പുറത്തേക്കല്ലേ പോകുന്നത്? അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ലൈൻ വരച്ചാൽ പി എന്ന് പറയുന്ന പോയിന്റ് ഔട്ടറിലോട്ട്. ഇതല്ലേ E2? ഇതാണ് E2 എന്ന ഫീൽഡ്. E2 എന്ന ഫീൽഡ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ
ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ഇരിക്കത്തില്ലേ? പാരലൈസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആംഗിൾ ഈക്വൽ അല്ലേ തീറ്റ. ഇനി പറയാം എങ്കിൽ E2 എന്ന് പറയുന്ന ഈ ഫീൽഡിനെയും നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണന്റ് ആയിക്കൂടെ? E2 എന്ന് പറയുന്ന ഫീൽഡ് രണ്ട് കമ്പോണന്റ് ആക്കിയാൽ ഒരു കമ്പോണന്റ് ഇങ്ങോട്ട് വരും, E2 cos തീറ്റ. അപ്പൊ E2 sin തീറ്റ എങ്ങോട്ട് വരും? E2 sin തീറ്റ വരുന്നത് മുകളിലോട്ടല്ലേ? ഇതായിരിക്കും E2 sin തീറ്റ. രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ക്ലിയർ ആയോ? അപ്പൊ ഈ പോയിന്റ് പിയിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു. ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ കമ്പോണന്റ് ആക്കിയപ്പോൾ 4 കമ്പോണന്റ് കിട്ടിയില്ലേ? 2 കോസ് കമ്പോണന്റ്, 2 സൈൻ കമ്പോണന്റ്. ഈ കോസ് കമ്പോണന്റുകൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോണത്. പക്ഷെ സൈൻ കമ്പോണന്റോ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും അല്ലേ? E1ന്റെയും E2ന്റെയും വാല്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? ആംഗിളും സെയിം ആണ്. E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ആംഗിളും സെയിം ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണെങ്കിൽ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും ഈക്വൽ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പൊ പരസ്പരം ക്യാൻസൽ ആയി പോയില്ലേ? ആരൊക്കെ പോയി? ഈ ഓപ്പോസിറ്റ് കമ്പോണൻസ് ക്യാൻസൽ ആയി പോയി. ഏതൊക്കെ? E1 സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോയി, E2 സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോയി. ഇനി ഉള്ള ആരാ? അടുത്ത രണ്ട് കമ്പോണന്റുകൾ E1 കോസ് തീറ്റ, E2 കോസ് തീറ്റ. രണ്ടും പോകുന്ന എങ്ങോട്ടാ? ഈ രണ്ട് കമ്പോണന്റ് പോകുന്ന ലെഫ്റ്റിലേക്കല്ലേ? ഒരേ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക. അപ്പൊ എന്തൊരു റിസൾട്ടന്റ് ഫീൽഡ്? 4 ഫീൽഡ് ഉണ്ടായിരുന്നു, 2 ഫീൽഡ് ക്യാൻസൽ ആയി പോയി, ബാക്കിയുള്ള 2 ഫീൽഡുകൾ ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെ ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് റിസൾട്ടന്റ് ഫീൽഡ് എത്ര? റിസൾട്ടന്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. E1ന്റെയും E2ന്റെയും വാല്യൂ സെയിം അല്ലേ? തീറ്റയും സെയിം അല്ലേ? അപ്പൊ എന്താ 2 ടൈംസ് ആയില്ലേ? ഇത് ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 2 ഇൻറ്റു E1 പകരം 1/4πε0 Q ഡിവൈഡ് ബൈ x² ഇൻറ്റു കോസ് തീറ്റ. കാരണം രണ്ടും സെയിം ആണ്, ഇതും സെയിം ആണ്, കോസ് തീറ്റ സെയിം ആണ്. കൂട്ടുന്നതിന് പകരം ടോയ്സ് എടുത്താൽ മതി, ഡബിൾ കിട്ടും. ഇനി ഈ ഫിഗറിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് കോസ് തീറ്റ എടുത്തേ. ഫ്രം ഫിഗർ കോസ് തീറ്റ ഈക്വൽ ടു പറഞ്ഞു, ഈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്ന ലെങ്ത് L ആണ്, ഹൈപ്പോട്ന്യൂസ് x ആണ്. അപ്പൊ കോസ് തീറ്റ എത്ര? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? അപ്പൊ ഈക്വൽ എത്ര? L ഡിവൈഡ് ബൈ x എന്ന് കിട്ടിയ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ന്യൂസ് L ബൈ x. അപ്പൊ ഈ ഈക്വൽ എന്താണ്? ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു Q ഡിവൈഡ് ബൈ x² ഇൻറ്റു L ബൈ x. ഇനി മുകളിൽ നോക്കുക, 2LQ 2QL 12Q 2L ഇൻറ്റു Q ഡൈപോൾ മൊമെന്റ് ആയില്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു P ബൈ x³ P by x³ ക്ലിയർ ആയി? അതായത് ഡൈപോൾ മൊമെന്റ് P is equal to Q into 2 into L. അതാ മുകളിൽ വന്നിരിക്കുന്നത് 2QL S³. പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് ആറകലത്തിലല്ലേ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന എക്സിലല്ലേ? അപ്പൊ ഈ ആറിനെ കൂടെ എക്സിലോട്ട് എക്സിനെ കൂടെ ആറിലോട്ട് മാറ്റിയാണ്. എങ്ങനെ? ഈ ഫിഗറിൽ നിന്ന് x² is equal to r² plus L² കൂടെ പൈതഗോറിയൻ തിയറം, x² is equal to r² plus L². അപ്പൊ x ഈക്വൽ എന്ത് ചെയ്താൽ r² plus L² ഹോൾ റൈസ് ടു ഹാഫ്. റൂട്ടിന് പകരം ഹോൾ റൈസ് ടു ഹാഫ്. അപ്പൊ x³ പകരം എന്ത് ചെയ്താൽ ഇവിടെ വന്നേക്കുന്ന x³ ആ x³ പകരം r² plus L² ഹോൾ റൈസ് ടു 3/2. വാല്യൂ കൊടുക്കുക x³ പകരം
S q എന്ന് കൊടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to 1 by 4 pi epsilon 0 into P by R square plus L square all raised to 3 by 2 എന്നിങ്ങനെ കഴിഞ്ഞു. ഇക്വേഷനായി. ഇനി നേരത്തെ പറഞ്ഞ ഷോർട്ട് ഡൈപോൾ ആണെങ്കിലും ആറ് ഡെരിമൽസ് എടുത്താൽ L. അങ്ങനെ വന്നാൽ R square plus L square is numerically equal to R square തന്നെ വരും. ഒരു ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനോടുകൂടി ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും എഫക്റ്റ് വലിയ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ എന്തോന്നു R square plus L square R square ആയി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് E is equal to 1 by 4 pi epsilon 0 into P divided by R square plus L square R square ആയി. അപ്പോൾ R square all raised to 3 by 2. R square all raised to 3 by 2. അപ്പോൾ രണ്ടും പോയി. ബാക്കി എത്ര R cube ആയില്ലേ? ഇലക്ട്രിക് ഫീൽഡ് is equal to 1 by 4 pi epsilon 0 into P by R cube. അപ്പോൾ ആക്സിസ് ഫീൽഡാണോ ഇക്വേറ്റർ ഫീൽഡാണോ കൂടുതൽ? ഇക്വേറ്ററിൽ 2p by r cube ആയിരുന്നു. ഇക്വേറ്ററിൽ p by r cube ആണെങ്കിൽ ആക്സിയലിൽ 2p by r cube ആണ്. അപ്പോൾ എവിടുത്തെ ഫീൽഡാണ് കൂടുതൽ? ആക്സിയൽ ഫീൽഡ് കൂടുതലും ഇക്വേറ്റർ ഫീൽഡ് കുറവുമാണ്. അപ്പോൾ റേഷ്യോ എടുത്താൽ എത്ര വരും? ആക്സിയൽ ഫീൽഡിൻ്റെയും ഇക്വേറ്റർ ഫീൽഡ് റേഷ്യോ എടുത്താൽ എത്ര വരും? 2 വരും. 2:1. ക്ലിയർ ആയോ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡിലും ആക്സിസ് ആയിരിക്കുന്നത്. അപ്പോൾ ആ കമ്പോണൻ്റ് എടുത്ത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കുക. കമ്പോണൻ്റ് എടുത്തത് 2 കമ്പോണൻ്റ് ക്യാൻസലായി പോയി. ബാക്കി 2 കമ്പോണൻ്റ് മാത്രം ഒരേ ഡയറക്ഷനിൽ വന്നു. ആ ഡയറക്ഷനിൽ വരുമ്പോൾ ആഡ് ചെയ്തെടുത്താൽ ഒരേ ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ റിസൾട്ടൻ്റ് E1 + E2 എന്ന് വരും. ക്ലിയർ ആയോ? ഇതാണ് ആക്സിയൽ പോയിന്റിൻ്റെയും ഇക്വേറ്റർ പോയിന്റിൻ്റെയും ഫീൽഡിൻ്റെ ഇക്വേഷൻ. എന്നിട്ട് സാധാരണ പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രശ്നമാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും. ഫോക്കസ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ ചോദിക്കും.